മക്കളെ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോന്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് സയൻസ് സ്ട്രീമിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടീസ്, കൂടാതെ റിയാലിറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 10th കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ 11th പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക. അപ്പോൾ മക്കളെ, സയൻസ് സ്ട്രീം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആൻഡ് ബയോളജി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സയൻസ് സ്ട്രീം ആണല്ലേ. അപ്പോൾ അതിലെന്താണ് ഇതുപോലെയുള്ള ഡിഫറെൻറ്റ് സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എന്താ നമ്മുടെ സയൻസ് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ സയൻസ് സ്ട്രീം എടുത്തതിന് ശേഷം എന്തൊക്കെയാണ് അതിൻ്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നമ്മുടെ നീറ്റ്, JEE പോലുള്ള എൻട്രൻസ് എക്സാമിനേഷൻ അല്ലേ. അപ്പോൾ നീറ്റ് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അതുപോലെ JEE എക്സാം ആണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എഞ്ചിനീയർ ആവാൻ വേണ്ടി പറ്റും. അതായത് ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. NIT, IIT പോലുള്ള ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ പഠിക്കാൻ വേണ്ടി പറ്റും. കൂടാതെ നിങ്ങൾക്ക് ഇനി റിസർച്ച് ഫീൽഡാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ വേണ്ടി പറ്റും. കൂടാതെ ഡാറ്റ സയൻസ്, അതായത് ഇപ്പോൾ AI ഒക്കെ കാലമാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് സയൻസ് സ്ട്രീം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിഫിക്കൽട്ടി? അതായത് നിങ്ങൾ 10th വരെ പഠിച്ചു വന്ന രീതിയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ് നിങ്ങളുടെ 11th and 12th എന്ന് പറഞ്ഞാൽ അല്ലേ. ഇപ്പോൾ 11th നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിസിക്സിനൊക്കെ 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, കെമിസ്ട്രിക്കും 2 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ വളരെ വലുതാണ്. അപ്പോൾ ഒരുപാട് കോണ്ടന്റ് അതിൽ തന്നെ പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോൾ ഫിസിക്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ 10th വരെ കുറച്ചുകൂടി തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി തിയറി ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ 11th വരുമ്പോൾ ഒരുപാട് ന്യൂമറിക്കൽസ് ആണ് അവിടെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ന്യൂമറിക്കൽ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഇനി നിങ്ങൾ കെമിസ്ട്രിയുടെ കേസിലേക്ക് വരുമ്പോൾ അവിടെ ഓർഗാനിക്കും ഇനോർഗാനിക്കും പോലെ ഒരുപാട് ഇതിലൊക്കെ പെട്ടിട്ടുള്ള ഒരുപാട് നെയിംഡ് റിയാക്ഷൻസ് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ കറക്റ്റായിട്ട് എഴുതി പഠിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും മറന്നു പോകും അല്ലേ. ഇനി ബയോളജിയുടെ കേസിലേക്ക് വരുമ്പോൾ ഒരുപാട് ചാപ്റ്റർ, അതായത് ബോട്ടണി, സുവോളജി എന്ന് പറഞ്ഞൊരു ഡിവിഷൻ തന്നെ വരുന്നത് നിങ്ങളുടെ 11th 10th വരെ നിങ്ങൾക്ക് ബയോളജി എന്ന് പറഞ്ഞിട്ട് പഠിച്ചു പോയാൽ മതിയായിരുന്നു. നിങ്ങൾ 11th എത്തിക്കഴിയുമ്പോൾ ബോട്ടണി പഠിക്കണം, സുവോളജി പഠിക്കണം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മാർക്ക് ആഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ ബയോളജിയുടെ മാർക്കായിട്ട് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ സയൻസ് സ്ട്രീമിൻ്റെ കേസിൽ. അപ്പോൾ നിങ്ങൾ 10th വരെയൊക്കെ ഒരു രാത്രി, അതായത് എക്സാമിൻ്റെ തലേ ദിവസം രാത്രി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടിയെന്നൊക്കെ വരാം. പക്ഷേ 11th കേസ് വരുമ്പോൾ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഡെയിലി ഒരു മിനിമം 3 to 4 hours എങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചാൽ മാത്രം, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, നിങ്ങൾക്ക് A1 അല്ലെങ്കിൽ A+ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേഡിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ പരീക്ഷയുടെ തലേന്ന് ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് ഓർമ്മ ഉണ്ടാവില്ല, ഒരു ന്യൂമറിക്കൽസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഒരുപാട് ക്വസ്റ്റ്യൻസിനോടുള്ള എക്സ്പോഷർ നിങ്ങൾക്ക് എക്സാമിന് മുന്നേ കിട്ടേണ്ടതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ടൈം വേണമെങ്കിൽ നമ്മൾ ഒരു ചാപ്റ്റർ 1, 2, 3 പ്രാവശ്യമെങ്കിലും മിനിമം റിവൈസ് ചെയ്യണം. അത് റിവൈസ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് പഠിക്കണം അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സയൻസ് സ്ട്രീമിൻ്റെ ഡിഫിക്കൽട്ടീസ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്കൊരു റിയാലിറ്റി ചെക്ക് നടത്തിയാലോ. അതായത് എല്ലാവരും ഇപ്പോൾ ചുറ്റുമുള്ള എല്ലാവരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും സയൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സെറ്റായി എന്നുള്ള കാര്യങ്ങൾ അല്ലേ. ഒരു പരിധി വരെ നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ സയൻസ് എടുത്താൽ മാത്രം മതിയോ നിങ്ങളുടെ ലൈഫ് സെറ്റാവാൻ? അല്ല അല്ലേ. വളരെ കഷ്ടപ്പെട്ട് പഠിക്കുകയും വേണം. നിങ്ങൾക്ക് നല്ല മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കോൺസെപ്റ്റും കാര്യങ്ങളും നിങ്ങൾ പഠിക്കുക, അതുപോലെ തന്നെ ന്യൂമറിക്കൽസ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സയൻസ് സ്ട്രീമിൽ നല്ലൊരു മാർക്കിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എത്തിച്ചേരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടത് ആര് തന്നെയാണ്? നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സയൻസ് സ്ട്രീമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ടഫ് ആണെങ്കിൽ ഞാൻ സയൻസ് സ്ട്രീം എടുക്കണോ? ഞാൻ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല. സയൻസ് സ്ട്രീം എടുക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ. അതായത് സയൻസ് സ്ട്രീമിൽ തന്നെ വളരെ വളരെ ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെയും സ്മാർട്ട് വർക്ക് ചെയ്തതിൻ്റെയും ഫലമായിട്ടാണ് ഇവർ ആ ഒരു പൊസിഷനിലിരിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? അപ്പോൾ മക്കളെല്ലാവരും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് തന്നെ ഡെയിലി രീതിയിൽ അല്ലെങ്കിൽ ഡെയിലി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ പ്രോബ്ലംസും എല്ലാ കാര്യങ്ങളും പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ മക്കളെല്ലാവരും നിങ്ങളുടെ എക്സാമിനേഷന് വേണ്ടിയിട്ടും നിങ്ങളുടെ ഇനി വരുന്ന ക്ലാസ്സിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്.